കഴിഞ്ഞ 3 ദിവസമായി ഡൽഹിയിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. ഈ മഴയെയും അവഗണിച്ചുകൊണ്ട് ഒരു സമരവീര്യത്തിൻ്റെ പോരാട്ടം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സോനം വാങ്ചുക്കിൻ്റെയും അതോടൊപ്പം തന്നെ CJPയുടെയും പ്രതിഷേധമാണ് ഇപ്പോഴും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ തുടരുന്നത്. ഈ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരം ഇപ്പോഴും ഇവിടെ തുടരുന്നത്. ഈ പൊതുമധ്യത്തിൽ കാണുമ്പോൾ ആളുകൾ കുറവാണെങ്കിൽ പോലും ഈ പ്രതിഷേധക്കാർ പൂർണ്ണമായും ടെൻറ്റുകൾ കെട്ടി അതിനകത്തേക്ക് മാറിയിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. നിരവധി സംഘടനകളും ഇതിനോടകം തന്നെ ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. SFI, ഐസ അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ കർഷക സംഘടനകളും ഇപ്പോഴും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ നിലവിൽ ഇവിടെ ഇങ്ങനെ ടെൻറ്റുകൾ കെട്ടിയാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സോനം വാങ്ചുക്ക് ജൂൺ 28-ാം തീയതിയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. ഇപ്പോൾ 12 ദിവസം പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിതി അത് മോശമാണ് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ദിനം പ്രതി 2 ഡോക്ടർമാർ 2 നേരവും വന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ 70ലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ താൻ പിന്നോട്ടില്ല എന്നുള്ളൊരു ഉറച്ച നീക്കം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ നിലപാട് അദ്ദേഹത്തിൻ്റെയും CJPയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ കടുത്ത ഈ മഴയെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ മഴ അത് വലിയ വെല്ലുവിളിയാകുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ട് സമരമുഖത്ത് സജീവമാവുകയാണ് പ്രവർത്തകർ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ തന്നെയും ഈ CJPക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ എല്ലാ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. എന്തായാലും നിരവധി ആളുകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നു എന്നുള്ളതാണ്. ബൈസാബ്, so you are doing protest with the avoiding this heavy rain. How do you feel and what do you have to say? I feel like this is very important since I am one of so since we can see like the most of the people that you see here are youth, so it is very important for youth to be very much politicized and be aware of the issues that is going on in the country. So that is why I am here, because I feel if we want to make a change in this country, we ourselves have to like get into it first. Then only we can bring more people, and then we can fight together with a larger enemy. So you will continue your protest at any cost? Yeah, sure, we will. അതാണ് രാജ്യത്ത് പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലൂടെയാണ് എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് എത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും പ്രതികരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ഇവിടെ തുടരും. ഏത് വേനലിലും ഏത് മഴയിലും അവരുടെ പ്രതിഷേധങ്ങൾ തുടരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CJPയുടെയും അതോടൊപ്പം തന്നെ ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയവരൊക്കെ തന്നെയും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും സമരവീര്യം ചോരുന്നില്ല. കനത്ത മഴയിലും കുളിരിലും ഇവരുടെ സമരവീര്യം ചോരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ പങ്കുവെക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.